ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ മാർച്ച് മാസം മുഴുവൻ ധനവരവ് ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ എന്നാണോ ഈ ഒരു വീഡിയോ, അതായത് മാർച്ച് മാസം തീരുന്നതിന് മുൻപ് എന്നാണോ ഈ വീഡിയോ കാണുന്നത്, അന്ന് 6 ഏലയ്ക്ക കയ്യിലെടുത്ത് 108 പ്രാവശ്യം ചൊല്ലി നമ്മുടെ പേഴ്സിൽ നമ്മൾ വെക്കേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ്. ഇത് ഒരേ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ചെയ്താൽ മതിയാവും. രണ്ടാമത്, ഈ മാസത്തെ മൈത്രേയ മുഹൂർത്തവും അതേപോലെ തന്നെ ദ്വിപുഷ്കര ത്രിപുഷ്കര യോഗങ്ങൾ വരുന്ന ദിവസത്തെക്കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ഇന്ന് ചന്ദ്രഗ്രഹണമാണ്. ചന്ദ്രഗ്രഹണ സമയത്ത് ദാനം ചെയ്യുന്ന രീതിയെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണണം. ഒപ്പം തന്നെ സ്വർണത്തെ നമ്മളിലോട്ട് വശ്യം ചെയ്യാൻ വേണ്ടി ചൊവ്വാഗ്രഹത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന മറ്റൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും പോയി കണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആദ്യം തന്നെ നമ്മൾക്ക് ധനത്തെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിഹാരമാണ് ഇത്. നമുക്ക് ഏതൊരു ദിവസം വേണമെങ്കിലും, ഈ ഒരു മാർച്ച് മാസം തീരുന്നതിന് മുൻപ് ഏതൊരു ദിവസം വേണമെങ്കിലും ഏതൊരു സമയത്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പീരിയഡ്സ്, പുല, വാലായ്മ അതൊക്കെ ഉള്ളവർ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ചെയ്താൽ മതിയാകും. സാധാരണ നമ്മൾ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ വിളക്കൊക്കെ കൊളുത്തി അതിന് മുൻപിലിരിക്കുമ്പം 6 ഏലയ്ക്ക കയ്യിലെടുത്തുകൊണ്ടിരിക്കുക. 6 എന്ന് പറയുന്നത് ശുക്രൻ്റെ നമ്പറാണ്. ഏലയ്ക്ക മഹാലക്ഷ്മിക്ക് വളരെയധികം പ്രിയമാണ്. അതേപോലെ തന്നെ പച്ച കളർ എന്ന് പറയുന്നത് ബുധഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ്. നല്ല പച്ച കളറിലെ ഏലയ്ക്ക തന്നെ മേടിക്കണം. നമ്മുടെ വീട്ടിലൊരു 2-3 മാസം പഴകിയ ഏലയ്ക്ക ഉണ്ടെങ്കിൽ അതൊന്നും എടുക്കേണ്ട, നിങ്ങൾ ഫ്രഷായിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചോളൂ, അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു മാസം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ ജന്മമാസമാണ്. അതായത് ഫാൽഗുന മാസത്തിലെ വെളുത്തപക്ഷ പൗർണമിയും പൂരം നക്ഷത്രം ചേരുന്ന ദിവസമാണ് മഹാലക്ഷ്മി ദേവിയുടെ ജനനം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഏലയ്ക്ക 6 നമ്മുടെ വലത്തേ കയ്യിൽ പിടിച്ച് ശ്രീമെന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം 333 പ്രാവശ്യം ചൊല്ലണം. 333 പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മളത് ഒരു വെള്ള പേപ്പറിലിട്ട് മടക്കി നമ്മുടെ പൈസ വെക്കുന്ന ബാഗിൽ, ഇപ്പോൾ സ്ഥിരമായിട്ട് ജോലിക്കൊക്കെ പോകുന്നവർ ഉപയോഗിക്കുന്ന ഒരു മണി പേഴ്സ് ഉണ്ടാവും, അതിൽ വെക്കാം. ഇനി ഞങ്ങൾ ജോലിക്ക് പോകുന്നില്ല, വീട്ടിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാഷ് ബോക്സിൽ വെച്ചാൽ മതിയാവും. ഇത് ഈ മാർച്ച് മാസം മുഴുവൻ അവിടെ ഇരുന്നോട്ടെ. പിന്നെ ആക്ടിവേറ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നും തന്നെയില്ല. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നവരാണെങ്കിൽ ആ സമയത്ത് അതെടുത്ത് ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ ലക്ഷ്മി ദേവിയുടെ അടുത്ത് പൂജ ചെയ്യുന്നതിനോടൊപ്പം വെച്ച് ഒന്ന് എനർജൈസ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചെടുത്ത് അതേപോലെ വെക്കാവുന്നതാണത്. എല്ലാ വെള്ളിയാഴ്ചകളിലും ചെയ്യാം. താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. 333 പ്രാവശ്യം മന്ത്രം ചൊല്ലണം. അത് വളരെയധികം മസ്റ്റാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ത്രിപുഷ്കര ദ്വിപുഷ്കര യോഗം വരുന്ന ദിവസങ്ങൾ. ഈ ഒരു മാർച്ച് മാസത്തിൽ നമുക്ക് ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നതേയില്ല, ദ്വിപുഷ്കര യോഗം മാത്രമേ ഉള്ളൂ. എന്താണ് ത്രിപുഷ്കര ദ്വിപുഷ്കര യോഗങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയാം. നമ്മൾ ആ സമയത്ത് എന്തൊരു നല്ല കാര്യം ചെയ്താലും അത് 2 പ്രാവശ്യം കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യമുണ്ടാകും. സ്വർണം മേടിക്കുക, വെള്ളി മേടിക്കുക, ഒരു ഭൂമി മേടിക്കുക, വാഹനം മേടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ സമയത്ത് ആർക്കെങ്കിലും കടം കൊടുക്കുന്നതോ കടം വാങ്ങിക്കുന്നതോ ഹോസ്പിറ്റലിൽ പോകുന്നതോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്കത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഏതെങ്കിലും വലിയ വലിയ ക്ഷേത്രങ്ങളിൽ, അല്ലെങ്കിൽ കുഞ്ഞു ക്ഷേത്രങ്ങളും ആയിക്കൊള്ളട്ടെ, അവിടെ നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ത്രിപുഷ്കര ദ്വിപുഷ്കര യോഗ സമയത്ത് പോയാൽ നമുക്ക് വീണ്ടും 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം കൂടി പോകാനായിട്ടുള്ള യോഗം കൂടിയിട്ട് വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം മാർച്ച് മാസത്തിലെ ദ്വിപുഷ്കര യോഗം വരുന്നത് ഏത് ദിവസമാണെന്നുള്ളതാണ് പറയുന്നത്. 2026 മാർച്ച് 15 ഞായറാഴ്ചയാണ് ആദ്യത്തെ ദ്വിപുഷ്കര യോഗം വരുന്നത്. രാവിലെ 5:56 തുടങ്ങി 6:42 അവസാനിക്കും. ആ സമയത്ത് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള പൂജകൾ ചെയ്യുക, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളത് മാത്രമാണ്. രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് 2026 മാർച്ച് 24 ചൊവ്വാഴ്ച വൈകുന്നേരം 7:05 തുടങ്ങിയിട്ട് മാർച്ച് 25 ബുധനാഴ്ച
രാവിലെ 6:35 അവസാനിക്കും. അതായത് ആ മുഴുനീള രാത്രി മുഴുവൻ നമുക്ക് ഈ ഒരു ദ്വിപുഷ്കര യോഗം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട്, അതായത് ക്ഷേത്ര ദർശനത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. പിറ്റേ ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അന്ന് രാത്രി ഇറങ്ങി പിറ്റേ ദിവസം നമുക്ക് ക്ഷേത്രത്തിൽ പോയി നിർമ്മാല്യം തൊഴുന്ന രീതിയിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങാം. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ, വീടിനടുത്തുള്ള ക്ഷേത്രത്തിലാണെങ്കിലും നിർമ്മാല്യം തൊഴാൻ വേണ്ടി വെളുപ്പിനെ പോകുന്നവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം കൂടി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ലഭിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാർച്ച് മാസത്തിലെ മൈത്രേയ മുഹൂർത്തമാണ്. മൈത്രേയ മുഹൂർത്തം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ കടം തീർക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ല മുഹൂർത്തമാണ് മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത്. മൈത്രേയ മുഹൂർത്തത്തിൽ കവറിൽ പണമെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കടമടച്ചു തീർക്കാൻ സാധിക്കും. ഒരുപാട് പേർക്കത് ഫലം കിട്ടിയിട്ടുള്ളതാണ്. അതേപോലെ വളരെ കാലമായി ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു ആഗ്രഹം, അത് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മൈത്രേയ മുഹൂർത്ത സമയത്തെ വിനിയോഗിക്കാവുന്നതാണ്. ആ സമയത്ത് നമ്മൾ നമ്മുടെ ആഗ്രഹം ഈ കവറിൽ കടം തീരുക എന്ന് എഴുതുന്നത് പോലെ തന്നെ ആ ഒരു ആഗ്രഹം എഴുതി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും നമുക്ക് നടന്നു കിട്ടും. ഈ 2026 മാർച്ച് മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത് മാർച്ച് 9 തിങ്കളാഴ്ച രാത്രി 10:45 ആരംഭിച്ച് രാത്രി 12:56 അവസാനിക്കും. ഏകദേശം 2 മണിക്കൂർ അടുത്തുണ്ട് ആ ഒരു മൈത്രേയ മുഹൂർത്ത സമയം എന്ന് പറയുന്നത്. രാത്രിയാണ് വരുന്നത്. വൃശ്ചിക ലഗ്നവും അനിഴം നക്ഷത്രം 1, 2 പാദങ്ങളിലാണ് ഈ ഒരു മൈത്രേയ മുഹൂർത്തം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് അലാറമൊക്കെ വെച്ച് 10:45 ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു സമയത്ത് ഉറങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കവറിൽ പണമെടുത്ത് വെക്കാവുന്നതാണ്. ഒരുപാട് വലിയ പൈസ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ 1 രൂപയേ ഉള്ളെങ്കിലും അത് ആ സമയത്ത് നമുക്ക് കവറിലെടുത്ത് വെച്ചാൽ മതി. ഇനി ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. കടം മേടിച്ച ആൾക്ക് നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ആ സമയത്ത് ഓൺലൈനായിട്ട് ട്രാൻസാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് വളരെ വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ദിവസമാണ്. അതായത് ശനിയാഴ്ചയാണ് വരുന്നത്. ശനി അതുപോലെ ചൊവ്വ ദിവസങ്ങളിൽ വരുന്ന മൈത്രേയ മുഹൂർത്തത്തെ നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. അപ്പോൾ രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം മാർച്ച് 21 ശനിയാഴ്ചയാണ് വരുന്നത്. അത് രാവിലെ 7:36 തുടങ്ങി 9:23 വരെയാണ് മൈത്രേയ മുഹൂർത്തം വരുന്നത്. 2 മണിക്കൂർ തികച്ചില്ല ആ ഒരു സമയം എന്ന് പറയുന്നത്. മേടലഗ്നത്തിൽ അശ്വതി നക്ഷത്രത്തിൽ 1, 2 പാദങ്ങളിലാണ് രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം സംഭവിക്കുന്നത്. അപ്പം ഒന്നാമത്തെ മൈത്രേയ മുഹൂർത്തം നിങ്ങൾക്ക് വിട്ടുപോയാലും രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം തീർച്ചയായും പ്രയോജനപ്പെടുത്തണം. രാവിലെയാണ് ആ ഒരു സമയത്ത് ഇതേപോലെ കവറിൽ പണമെടുത്ത് വെക്കാവുന്നതാണ്. 2 മൈത്രേയ മുഹൂർത്തങ്ങളും ഒരു മാസത്തിൽ വരുന്നതിനെ നോക്കണോ എന്ന് കുറച്ച് പേർക്ക് സംശയമുണ്ട്. നിർബന്ധമൊന്നുമില്ല. 2-ൽ ചെയ്താലും നല്ലതാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിലെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. ഇതുപോലെ യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് കവർ കയ്യിൽ കൊണ്ടുപോയി അവിടെ വെച്ച് പൈസ വെച്ചാൽ മതിയാവും. അപ്പോൾ എല്ലാവരും മൈത്രേയ മുഹൂർത്തത്തെ പ്രയോജനപ്പെടുത്തണം. തീർച്ചയായും നല്ല ഫലം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ധനവരവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏലയ്ക്ക വെച്ച് ചൊല്ലേണ്ടുന്ന മന്ത്രം അത് വളരെ വളരെ പവറുള്ളതാണ്. അതെല്ലാവരും മറക്കാതെ ചെയ്യണം. ഒപ്പം തന്നെ ദ്വിപുഷ്കര യോഗവും പറ്റുന്നവരൊക്കെ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.